വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ഗുരുതരമായ രോഗം ബാധിച്ച് മരണവക്കിലെത്തിയിരിക്കുന്ന സകല വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈശോയെ, അവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരക രോഗങ്ങൾ, അവശതകൾ, ഈശോയെ, ഇതിലൂടെ കടന്നു പോകുന്ന സകലരെയും അങ്ങേക്ക് വിട്ടുതരുന്നു. ഈശോയെ, സൗഖ്യം നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. രോഗം മൂലം വേദനിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണാമയമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, രോഗികളുടെ ശരീരത്തെയും മനസ്സിനെയും സ്പർശിച്ച് സൗഖ്യവും സമാധാനവും നൽകണമേ. വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ഭയപ്പെടുന്നവർക്ക് ധൈര്യവും നിരാശയായവർക്ക് പ്രത്യാശയും നൽകണമേ. ചികിത്സയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജ്ഞാനവും ശക്തിയും നൽകണമേ. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നവരെയും ആശുപത്രിയിൽ കഴിയുന്നവരെയും അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ. രോഗികളുടെ കുടുംബങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും നൽകണമേ. അവരുടെ കണ്ണുനീർ സന്തോഷമാക്കി മാറ്റണമേ. കർത്താവെ, അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകണമേ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും അങ്ങേക്കായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ.